ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, വെയിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പക്ഷേ തുണിയൊന്നും ഇന്ന് കഴുകിയിടില്ല. സോപ്പ് പൊടി വാങ്ങിച്ചിട്ട് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നാളെ കഴുകാവാനിരിക്കുകയാണ് കേട്ടോ. 1-2 തുണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വർക്കിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അനിയനും പണിക്ക് പോയിരിക്കുകയാണ്. ആദ്യകൂട്ടൻ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് അകത്താണ് കേട്ടോ, ആദ്യകൂട്ടനും അച്ഛനും കൂടിയിട്ട്. അപ്പോൾ അവൻ ഞാൻ അകത്തേക്ക് വരണമെന്നും പറഞ്ഞിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് അകത്തേക്ക് കയറാമെന്ന് കരുതിയിട്ടാണ്. അവൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി. എൻ്റെ വീടിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം, മുൻവശം മാത്രം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. പിൻവശത്ത് ഇവിടെയൊക്കെ കുറച്ച് ചവറൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റുണ്ടായിരുന്നു. ഒരു 10-11 മണിയായപ്പോൾ നല്ല കാറ്റോട് കൂടിയിട്ടൊരു മഴ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തേക്കുള്ളൂ, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ മഴ പോയി. പിന്നെ വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അനിയാണിന് ഇന്നലെ പണിയുണ്ടായിരുന്നില്ല. ഇന്ന് കാലത്ത് പെട്ടെന്ന് പണിക്ക് പോയി. ഭക്ഷണമൊന്നും കഴിച്ചില്ല, ചോറും കൊണ്ടുപോയില്ല. കടയിൽ നിന്ന് എങ്ങാനും കഴിക്കുകയായിരിക്കും പണിക്ക് പോയി അടുത്തുനിന്ന്. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് മുറ്റത്ത് വെള്ളമായിരുന്നു നല്ലപോലെ. ഇപ്പോൾ അത് 2-3 ദിവസത്തെ മഴയില്ലാത്തത് കൊണ്ട് തന്നെ മുറ്റത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ പാത്രം കഴുകുന്നില്ല, പാത്രം കഴുകുന്ന ഒരു സ്ഥലമാണ്. രാവിലെ ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയാന്നുണ്ട്. കാറ്റ് വന്നപ്പോൾ ചവറായി. വൈകുന്നേരം ഞാൻ ഇവിടെയൊന്നും അടിക്കാറില്ല, കാലത്ത് മാത്രം ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മഴയൊക്കെ ആയിക്കഴിഞ്ഞ പാത്രം, ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ ആകെ വെള്ളമൊക്കെ നിറഞ്ഞ് കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ വീട് നമ്മൾ ചോറ് വയ്ക്കുന്ന സ്ഥലമാണ്, വെളിയിലേക്കായിട്ട്. ഇവിടെ എപ്പോഴും ഈർപ്പമാണ്, അതുകൊണ്ട് ഇവിടെ തീ കത്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ. വിറകൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ അങ്ങനെ കണ്ടോ, വെള്ളം ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വഴിയാണ്. വണ്ടിയൊക്കെ പോയിട്ട് ആകെ മണ്ണ് റോഡായിരുന്നു. അപ്പം വണ്ടികളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ പോയപ്പോൾ ആകെ വിളാന്ന് കിടക്കുകയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ വെള്ളം ഇതുവരെ മുറ്റത്തിൽ നിന്നിങ്ങനെ പോയിട്ടില്ല കേട്ടോ. അവിടെ കുറച്ചുകൂടി താഴ്ന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കെട്ടി നിന്നതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കുറേയൊക്കെ കുഴപ്പമില്ലാതായിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വേരൊക്കെ ഇങ്ങനെ തുളസി ചെടി കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വാടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ വാടിയിരിക്കുകയാണ്. വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടി കുറച്ചൊക്കെ ഇങ്ങനെ വാടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഇതും അതുപോലെ മുളക് ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ കേടുവന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഈ റോഡ് ഇത് അവിടെ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. വണ്ടികൾ കൂടുതലായിട്ട് പോകുന്നത് കൊണ്ടാണ്. കുളത്തിലെ വെള്ളം ചെറുതായിട്ടൊക്കെ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് റോഡാണ്. ഈ കാണുന്നത് നമ്മുടെ സിനി ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ ഈ വീട്ടിലെ 2 ഇരട്ട കുട്ടികളാണ് ഉള്ളത്, സച്ചുവും കിച്ചും. ശരിക്കും പേര് ശ്രാവൺ, പേവിന് മറന്നുപോയി, ശ്രാവൺ ചോദിക്കാട്ടാ. അപ്പോൾ ഇത് സിനി ചേച്ചിൻ്റെ വീടാണ്. പിന്നെ ഇതേ കാണുന്നത് എന്നെ കടയിലേക്ക് കൊണ്ടുപോകുന്ന ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഒന്ന് ഉള്ളിലേക്ക് പോകണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് കുളമാണ്, കുളം നിറഞ്ഞ് കിടക്കണം കേട്ടോ. സിനി ചേച്ചി, സച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും ശരിക്കും പേരെന്താണ്? ശ്രാവണും പിന്നെന്താണ് വേറെ ഒരു പേര്? ശ്രാവണും ശ്രേയസും കേട്ടോ. ഒന്നുമില്ല, ഞാൻ വീഡിയോയിൽ പറയുന്നതാ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളിത് പറമ്പിലൊക്കെയാണ് തുണിയൊക്കെ ഇടുകയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോഴാണ് ഈ 1-2 ഒരു 5-6 മാസമായിട്ടുള്ളൂ കേട്ടോ അത് ഒരു റോഡായിട്ടൊക്കെ വന്നിട്ട്. ഇവിടെ ഇങ്ങനെ നിറയെ കൈതോലകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു കുളമാണ്, ഇതിൻ്റെ ഈ സൈഡ് മൊത്തം കൈതോലകളായിരുന്നു. പിന്നെ അത് JCB വന്ന് അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടൊക്കെ ആണ് ഇപ്പോൾ ഈ രൂപമായിരിക്കുന്നത്. ഇത് ഒരു പറമ്പാണ്. ഇത് 2 ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവിടെ കുറച്ച് കെട്ടിയിരിക്കുന്നതാണ് അവിടെ ഇങ്ങനെ.
പിന്നെ ഇതാണ് നമ്മുടെ സിനി ചേച്ചിൻ്റെ വീടാണ്. ഇവിടെ നിറയെ പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഉള്ള ഇതൊന്നുമല്ല. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഇട്ടിട്ട് 1-2 വർഷമൊക്കെ ആകുന്നുള്ളൂ. ഇങ്ങനെ ഇടവഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഷീറ്റൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഓട്ടോയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഈ ഇവിടെ റോഡ് ടാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ റോഡ് ടാറിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ റോഡുണ്ട്. അത് ടാറിട്ടതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ വർഷത്തിലാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ആ സമയത്തായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു പെട്ടി ഓട്ടോയിൽ ഇങ്ങനെ വണ്ടിയിൽ ചെണ്ട കൊട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേ ആ വളവിൻ്റെ അവിടെ വണ്ടി നിർത്തി എന്നെ പൊക്കിയെടുത്ത് താഴത്തേക്ക് ഇറക്കുമായിരുന്നു. ചെണ്ട കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കല്യാണ സമയത്ത് ഇതേ ഈ കുളമൊക്കെ ഇങ്ങനെ നല്ല ആഘോഷമായിട്ടാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് അപ്പോൾ ഈ കാണുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഒരു കുളത്തിൽ അന്ന് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്നാലും ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു ബൾബുകളൊക്കെ ഇട്ട് ഈ വേലിക്കകത്ത് അങ്ങനെ നല്ല ബൾബൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ഷീറ്റിട്ട് ഈ ഭാഗത്ത് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഗാനമേള കല്യാണം തലേന്നായിരുന്നു ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ലതായിരുന്നു കേട്ടോ അത്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്നെ ഒരുപാട് എനിക്കങ്ങനെ അടുത്തുള്ള ആളുകളെയൊന്നും അങ്ങനെ നല്ല പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിനി ചേച്ചിയായിരുന്നു കേട്ടോ കൂടുതലായിട്ട് എന്നോട് നല്ലൊരു പരിചയമൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കായിരുന്നു. അനിയനും പണിക്കും പോകും. അപ്പോൾ എനിക്ക് ചൊറിച്ചിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗർഭകാലത്ത് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഛർദിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനി ചേച്ചിയാണ് എന്നെ കണ്ടില്ലെന്നും പറഞ്ഞിട്ട് ചോദിക്കാനൊക്കെ വിഷം എവിടെയെന്നും ചോദിച്ച് വരികയൊക്കെ ചെയ്യാനത്. സിനി ചേച്ചി അകത്ത് പോയിരിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളകത്തേക്ക് പോയി. അപ്പം ആദ്യം എനിക്ക് കൂടുതൽ പരിചയം ഈ വീട്ടിലെ ചേച്ചിനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ പേരൊക്കെ അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാലക്കാട് നാടായതുകൊണ്ട് അവിടുത്തെ സംസാരമൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സംസാരത്തിലൊക്കെ കുറേ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും എൻ്റെ ഭാഷ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഭാഷ സംസാരിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർ പറയും നീ ഇവിടുത്തെ ഭാഷയൊക്കെ ഇവിടുത്തെ സംസാര രീതിയൊക്കെ മാറ്റി അവിടുത്തെ സംസാര രീതിയാണെന്നൊക്കെ അവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറയും കേട്ടോ. ഏത് തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ നാട്ടിലെ സംസാര രീതി മാറ്റാൻ എന്തായാലും ആഗ്രഹമൊന്നുമില്ല. കുറേ അടുത്തൊക്കെ വർക്കിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാൽ ആരും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും പാലക്കാടാണല്ലേ വീട്, അല്ലെങ്കിൽ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കും. ആദ്യക്കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെ കാണാണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പം ലോങ് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇനി അടുത്തുള്ള പണിയെന്ന് പറയുക റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വിളക്ക് തേച്ച് വിളക്ക് കത്തിക്കണം. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ നിന്ന് ആദ്യക്കൂടെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിക്ക് അമ്പലത്തിൽ പോയി തൊഴുതിയിട്ടൊക്കെയാണ് വന്നത്. ചൊവ്വാഴ്ച തോറും കേട്ടോ അമ്പലം തുറക്കൊക്കെ ചെയ്യുന്നത്. അപ്പം അമ്പലം പണിയൊക്കെയാണ്. അത് കഴിയുമ്പോൾ എല്ലാ ദിവസവും തുറക്കായിരിക്കും, അറിയില്ല. ഇപ്പോൾ അമ്പലം പുതുക്കി പണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങളൊക്കെ. ഞാൻ നിർത്തണം. അവൻ വെളിയിലേക്ക് ഇറങ്ങിയതിന് അച്ഛൻ അവനെ വഴക്കിടുകയാണ്. ഞാൻ നിർത്തുകയാണ്. ടാറ്റാ.